സിനോജ്, ചാലിയാറിൽ ഇന്നിപ്പോൾ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയൊക്കെ ഉണ്ടായിരുന്നു. കൂടുതൽ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ ഏത് രീതിയിലായിരിക്കും പരിശോധന? എത്ര ദിവസം ഇങ്ങനെ പരിശോധന തുടരാനാണ് തീരുമാനം? വിനീത, ഈ 5-ാം ദിവസത്തെ തിരച്ചിൽ ഇന്ന് ഏകദേശം പൂർണ്ണമായിരിക്കുന്നു. സന്നദ്ധ പ്രവർത്തകരൊക്കെ തന്നെ തിരികെ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. വനത്തിലേക്ക് പോയവരൊക്കെ തന്നെ അധികം വൈകാതെ പുറത്തേക്ക് വരും. ഞാൻ നിൽക്കുന്നത് മുക്കം കടവിലാണ്. ഈ കാണുന്നത് ചാലിയാർ ആണ്. ചാലിയാർ കഴിഞ്ഞ പ്രളയത്തിൽ ഇവിടെ 2 കൈവഴിയായി ഒഴുകിപ്പോവുകയും നടുക്ക് വലിയൊരു ദ്വീപ് രൂപപ്പെടുകയും ചെയ്തു. ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമായിരുന്നു നടുക്കുള്ളത്. ആ സ്ഥലം മുഴുവൻ തൂത്തെറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ പ്രളയത്തിൽ ഇങ്ങനെ ദ്വീപായി മാറിയതാണ്. ഈ സ്ഥലത്ത് വെച്ച് ഇന്നൊരു കാല് ലഭിച്ചിരുന്നു, മനുഷ്യ ശരീരത്തിന്റെ കാൽ ഭാഗം ലഭിച്ചിരുന്നു. അങ്ങനെ ഇന്ന് ഈ ദ്വീപിൽ മാത്രം 50-ലധികം സന്നദ്ധ പ്രവർത്തകർ ഇറങ്ങി അരിച്ചു പറക്കിയിരുന്നു. ഡ്രോണൊക്കെ തന്നെ ഉപയോഗിച്ച് അരിച്ചു പറക്കിയിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, വലിയ പടുകൂറ്റൻ മരങ്ങൾ ഉൾപ്പെടെ വന്ന് ഇവിടെ തങ്ങി നിൽപ്പുണ്ട്. അതുകൊണ്ട് കൂടുതൽ മനുഷ്യ ശരീരങ്ങൾ കാണാൻ സാധ്യതയുണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ഇന്നിവിടെ തെരച്ചിൽ നടത്തിയത്. ഒരു കാലിൻ്റെ ഭാഗം ഇവിടെ നിന്ന് കണ്ടെത്താൻ സാധിച്ചു. അങ്ങനെ ഇന്ന് 3 മനുഷ്യ ശരീരങ്ങളും 6 മനുഷ്യ ശരീരയുടെ ഭാഗങ്ങളുമാണ് ഈ ചാലിയാറിൻ്റെ തീരത്ത് നിന്ന് 3 മണി വരെ ലഭിച്ചിരിക്കുന്നത്. ഇനി വനത്തിൽ മുണ്ടേരി വനമേഖലയിൽ പോയവർ മടങ്ങിയെത്തിയാൽ മാത്രമേ കൂടുതൽ ശരീരങ്ങളോ ശരീരഭാഗങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി കഴിയുള്ളൂ. അവർ ഒരു 2-3 മണിക്കൂർ കൊണ്ട് തിരികെ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ മുതൽ തന്നെ ഇന്ന് വ്യാപകമായ രീതിയിൽ ഈ ചാലിയാർ ഒഴുകി പോകുന്ന എല്ലാ കടവുകളിലും തീരങ്ങളിലും ആളുകൾ ഇറങ്ങി പരിശോധിച്ചിരുന്നു. പോലീസ് നേതൃത്വം നൽകിയിരുന്നു. ഇന്നത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത് ഇന്ന് ഇതുവരെ മഴ പെയ്തിട്ടില്ല. അതുകൊണ്ട് തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു, ഒരു ചൂട് കൂടിയ കാലാവസ്ഥയായിരുന്നു. ചാലിയാറിലെ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. പക്ഷേ വയനാട്ടിൽ ഉരുൾപൊട്ടി അന്ന് കലങ്ങി ഒഴുകി തുടങ്ങിയ ചാലിയാർ ഇന്നും കലങ്ങി മറിഞ്ഞു ഒഴുകിയാണ്. വെള്ളം തെളിഞ്ഞിട്ടില്ല. ഇന്ന് വെള്ളം കുറച്ച് താഴ്ന്ന സമയത്ത് അമ്പിട്ടാൻപെട്ടി പോലുള്ള ഭാഗത്തുനിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചിരുന്നു. ആദ്യം അവിടേക്ക് തന്നെ തെരച്ചിൽ നടത്തിപ്പോയതാണ്. പക്ഷേ വെള്ളം താഴ്ന്നപ്പോൾ പാലത്തിൻ്റെ കഴിഞ്ഞ പ്രളയത്തിൽ തകർന്നുപോയ പാലത്തിൻ്റെ സ്ലാബിൻ്റെ അടിയിൽ നിന്ന് ഇന്നൊരു മൃതദേഹം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് ഇനി വെള്ളം താഴ്ന്നു മുറയ്ക്ക് ചിലപ്പോൾ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചേക്കാമെന്നൊരു സൂചനയുണ്ട്. അതുകൊണ്ട് നാളെ എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ്, അവധി ദിവസമാണ്. അതുകൊണ്ട് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ ഇറക്കിക്കൊണ്ട് ഒരു ഫൈനൽ മിഷൻ എന്ന രീതിയിൽ ചാലിയാർ മുഴുവൻ ഒന്ന് അരിച്ച് പറക്കാനുള്ള തീരുമാനം ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൂടുതൽ ആളുകളെ നാളെ ഇറക്കിക്കൊണ്ട് തെരച്ചിൽ നടത്താനാണ് തീരുമാനം. കാരണം അവധി ദിവസമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളെ എത്തിക്കാൻ സാധിക്കും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡ്രോണൊക്കെ തന്നെ ഉപയോഗിച്ചെങ്കിലും പോലീസിൻ്റെ ഡ്രോണും സ്വകാര്യ വ്യക്തികളുടെ ഡ്രോണൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് വലിയ രീതിയിലുള്ള പ്രയോജനം ഉണ്ടായിട്ടില്ല. കാരണം ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം, ഈ മണ്ണിൻ്റെ കളറും മണലിൻ്റെ കളറും ഈ കല്ലിൻ്റെയും വെള്ളത്തിൻ്റെയും മരത്തിൻ്റെ ഒക്കെ കളർ എന്ന് പറയുന്ന ഒരു മഞ്ഞ കളറാണ്. മനുഷ്യ ശരീരം ഒരു 5 ദിവസമായതുകൊണ്ട് തന്നെ വെള്ളത്തിലൂടെ ഒഴുകി വന്നുകൊണ്ട് മനുഷ്യ ശരീരത്തിൻ്റെ കളർ ഏകദേശം ഇതായിരിക്കും. ഈ ഡ്രോൺ ഉയർത്തി പരിശോധിക്കുമ്പോൾ അത് പെട്ടെന്ന് കണ്ടുപിടിക്കുക പ്രയാസമാണ്. അതുകൊണ്ട് മനുഷ്യന്മാർ തന്നെ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട് തെരഞ്ഞെടുത്ത മൃതദേഹങ്ങളാണ് ചാലിയാർ കിട്ടിയിരിക്കുന്നത്. അതിലേറെ ഈ പൂണ്ടുപോയത്, ഈ മണലിലും കല്ലിലും മരത്തടികൾക്കിടയിലൊക്കെ തന്നെ പൂണ്ടുപോയ മൃതദേഹങ്ങളാണ്. ഇന്ന് ഇവിടെ ഒരു സ്മെല്ല് വന്നതിനെ തുടർന്നാണ് ആളുകൾ തെരച്ചിൽ നടത്തുകയും കാലിൻ്റെ ഭാഗം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പരമാവധി മനുഷ്യന്മാർ തന്നെ നേരിട്ടിറങ്ങി തെരച്ചിൽ നടത്താനാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെ സജീവമായ തെരച്ചിലുണ്ടാവും. ഈ 5 ദിവസത്തെ തെരച്ചിലിൽ ഇതുവരെ 73 മൃതദേഹങ്ങളും 125 ശരീരഭാഗങ്ങളുമാണ് ഈ ചാലിയാറിൻ്റെ തീരത്തുനിന്ന് ലഭിച്ചിരിക്കുന്നത്. ഇനിയും കൂടുതൽ ശരീരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അധികൃതർ കരുതുന്നത്. അവസാനത്തെ മൃതദേഹം കണ്ടെത്തും വരെ തെരച്ചിൽ നടത്തുമെന്നൊക്കെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് എത്ര കാലം നീട്ടിക്കൊണ്ട് പോകുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. അതുകൊണ്ട് നാളെ പരമാവധി ആളുകൾ ഇറക്കി ഇവിടെ തെരച്ചിൽ നടത്തിയ ശേഷമായിരിക്കും ഒരു തീരുമാനത്തിലേക്ക് അധികൃതർ കടക്കുക. അതോടൊപ്പം തന്നെ സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കി ഇന്ന് പല ഭാഗത്തും തന്നെ തെരച്ചിൽ നടത്തിയിരുന്നു. വെള്ളത്തിൻ്റെ അടിയിൽ ആഴമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ മൃതദേഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അങ്ങനെ സ്കൂബ ഡൈവേഴ്സിനെ ഇറക്കിയിരുന്നു. ആ രീതിയിലുള്ള ഒരു തെരച്ചിൽ കൂടി നടത്തിയിരുന്നു. ഒപ്പം തന്നെ വയനാട്ടിലേക്ക് പോയ ഹെലികോപ്റ്ററൊക്കെ തന്നെ ഈ മേഖലയിൽ താഴ്ന്നു പറന്നാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ മനുഷ്യർക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത ഭാഗത്തുണ്ടെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയാണ് അങ്ങനെ താഴ്ന്ന് പറന്ന് ആകാശ നിരീക്ഷണം നടത്തി. നേവിയുടെ ആയാലും ഈ കോസ്റ്റ് ഗാർഡിൻ്റെ ആയാലും പോലീസിൻ്റെ ആയാലും ഹെലികോപ്റ്ററൊക്കെ തന്നെ താഴ്ന്ന് പറന്നാണ് ഈ ചാലിയാറിൻ്റെ മുകളിലൂടെ കടന്നു പോയിരിക്കുന്നത്. അങ്ങനെ സാധ്യമായ എല്ലാ വിധത്തിലുള്ള തിരച്ചിലും ചാലിയാറിൽ സജീവമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് പോലീസ് കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ആ സൂചിപ്പാറയിൽ 3 പേര് കുടുങ്ങി. അവർ പോലീസിനോ അറിയിക്കാതെയോ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാതെ കയറിപ്പോയവരാണ്. അവർ രക്ഷാപ്രവർത്തന ഭാഗമായി കയറിയതാണ്. പക്ഷേ വനംവകുപ്പിൻ്റെ പോലീസിനൊന്നും തന്നെ അനുമതി അവർ തേടിയിരുന്നില്ല. ഇന്നലെ ഉച്ചയ്ക്ക് പോയി അവിടെ കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വനത്തിലൊക്കെ തന്നെ പോയവരുടെ പേരുകളൊക്കെ തന്നെ കൃത്യമായി എഴുതിയെടുത്ത്, ആളുടെ എണ്ണം എഴുതിയെടുത്ത്, നമ്മളാണ് പോലും അകത്തേക്ക് കടക്കുന്ന സമയത്ത് കൃത്യമായി പേരും വിവരങ്ങളൊക്കെ തന്നെ എഴുതിയെടുത്താണ് കടത്തി വിട്ടിരിക്കുന്നത്. അങ്ങനെ കൃത്യമായി കണക്കൊക്കെ എടുത്ത് ഒരു ക്രമപ്പെടുത്തിയ രീതിയിലാണ് ഇന്ന് വനമേഖലയിൽ കാര്യങ്ങൾ പോയിരിക്കുന്നത്. പക്ഷേ ആളുകളെ പോലീസ് നിയന്ത്രിക്കുന്നില്ല. പരമാവധി ആളുകൾ ഇറങ്ങി തിരഞ്ഞോട്ടെ എന്നൊരു നിലപാട് തന്നെയാണ് സ്വീകരിക്കുന്നത്. കാരണം മനുഷ്യന്മാർ നേരിട്ടിറങ്ങിയാൽ മാത്രമേ ഇത് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. കാരണം മിഷനറീസ് ഉപയോഗിച്ചിട്ട് ഡ്രോൺ ഉപയോഗിച്ചിട്ട് വലിയ രീതിയിൽ പ്രയോജനം കാണുന്നില്ല. അതുകൊണ്ടാണ് സന്നദ്ധ പ്രവർത്തകർ ഇറക്കി കൂടുതൽ തെരച്ചിൽ നടത്തുന്നത്. വിനീത.